കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡിലെ ബി.ജെ.പിയുടെ കൗൺസിലറായ തിരുമല അനിൽകുമാർ, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇപ്പോൾ കത്തുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പൂർണ്ണമായും അത് അന്ന് പുറത്തു വന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ദൃശ്യമാധ്യമം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് ബി.ജെ.പിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ബി.ജെ.പിയെ പ്രതിപാദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇപ്പോൾ ഒരു പ്രതിസന്ധി എല്ലാ സംഘങ്ങളിലും ഉള്ളതുപോലെയുണ്ട്. ഇതുവരെയും FD കൊടുക്കാനുള്ള എല്ലാ പേർക്കും കൊടുത്തു. നേരത്തെ പോലെ ചിട്ടിയോ ദിവസ വരുമാനങ്ങളോ ഇല്ലാതായി. ആയതിനാൽ തന്നെ FD ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പണത്തിന് കാലതാമസം തരാതെ ആവശ്യത്തിലധികം സമ്മർദ്ദം തരുന്നു. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. അതാണ് പ്രധാനപ്പെട്ട ഒരു സെന്റൻസ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റ് നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. ഞാനോ ഈ സംഘത്തിലെ ഭരണസമിതിയോ യാതൊരു ക്രമക്കേടും ഈ സംഘത്തിൽ നടത്തിയിട്ടുണ്ടായിട്ടില്ല. അതെല്ലാം അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് ഈ തിരുമല അനിൽകുമാർ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നത് ബി.ജെ.പിക്കാരെ തന്നെയാണ്. ഈ ഫാംദൂർ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു ഈ തിരുമല അനിൽകുമാർ. അങ്ങനെ അതിന് ചില ബാധ്യതകൾ വരുന്നു. ഏതാണ്ട് 11 കോടിയോളം രൂപ പിരിച്ച് കിട്ടാനുണ്ട്. വായ്പയായിട്ട് പലർക്കായി കൊടുത്തിരിക്കുകയാണ്. അതിൽ കൂടുതലും കൊടുത്തിരിക്കുന്നത് ബി.ജെ.പി ആയിട്ടുള്ള അംഗങ്ങൾക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മഹത്യാക്കുറിപ്പിലെ ആ ഒരു ഡയലോഗിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 6 കോടിയോളം രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുക്കാനുണ്ട്. സ്ഥിര നിക്ഷേപമാണ്. അത് ചോദിച്ചുകൊണ്ടാണ് പലരും വരുന്നത്. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നിക്ഷേപകൻ വന്ന് അദ്ദേഹത്തിന് 10,65,000 രൂപയാണ് ലഭിക്കാനുള്ളത്. അതിനായിട്ട് അദ്ദേഹം വന്ന് ആ സൊസൈറ്റിയിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. അതിനെതിരെ ആ സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരി പോലീസിന് പരാതി കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ ഈ നിക്ഷേപകൻ പോലീസിൽ പരാതി നൽകുന്നത് തനിക്ക് ഇത്രയും രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇത് പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത ദിവസമാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്നത്. ഈ സാമ്പത്തിക ബാധ്യത തനിക്ക് താങ്ങാനാകാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. താനോ തൻ്റെ ഈ പറയുന്ന സഹകരണ സംഘത്തിലെ മറ്റ് ആളുകളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. തൻ്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും എടുത്തിട്ടില്ല. ഒരു ഇതിനും സാമ്പത്തിക ക്രമക്കേടും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഉയരുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഒരു കൗൺസിലറാണ്. ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ പ്രമുഖനായ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത്തരം ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സഹായിച്ചില്ല എന്നതാണ്. കാരണം ഈ ബി.ജെ.പി നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ബി.ജെ.പി അംഗങ്ങളായിട്ടുള്ള പലർക്കും ഈ ഇവിടെ നിന്നും വായ്പ കൊടുത്തിട്ടുണ്ട്. അതൊന്നും തന്നെ തിരിച്ചു വരാത്തതാണ് പ്രധാനപ്പെട്ടമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണമായിട്ട് വന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുമല അനില് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം കൈമലർത്തുകയാണ് ഉണ്ടായത് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അത് പാർട്ടി നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഈ വിഷയം അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പലരോടും പങ്കുവെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ ഈ പുറത്തു വരുന്ന ആത്മഹത്യാക്കുറിപ്പ് കൂടി നോക്കുമ്പോൾ പാർട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ധാരണ. ഈ വിഷയത്തില് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ചും ഒരു വനിതാ മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ കടിച്ചു കീറുന്ന രീതിയിൽ വലിയ ആക്രോശത്തോടു കൂടി സംസാരിക്കുന്നത് കേട്ടു. ഒരു വനിതാ മാധ്യമപ്രവർത്തകയാണ്. അവരെ നീ എന്നൊക്കെ വിളിച്ചാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. പൊട്ടിത്തെറിക്കുകയാണ് അദ്ദേഹം. തനിക്ക് ഹിതമല്ലാത്ത ഒരു ചോദ്യം വന്നപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. അതിന് തൊട്ട് തലേ ദിവസം ഈ ആത്മഹത്യ നടന്ന ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയ മാധ്യമങ്ങളെ അവിടുത്തെ ബി.ജെ.പിയുടെ ഗുണ്ടകൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാകാതെ ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയപ്പോൾ അത് കൂടുതൽ അതിനകത്തെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാകണം ഈ ബി.ജെ.പിയുടെ ഗുണ്ടകൾ ഈ മാധ്യമപ്രവർത്തകരെ, അത് വനിതകളെന്നോ അല്ലെങ്കിൽ ആണുങ്ങളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ബി.ജെ.പി വലിയ രീതിയിൽ പ്രതിരോധത്തിലായ പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ തങ്ങൾ കുളിക്കാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഈ വിഷയത്തില് പോലീസിനെതിരായിട്ട്
ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോലീസ് അനിൽകുമാറിനെതിരെ ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിന്റെ ഫലമായാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ തന്നെ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ വിഷയത്തിൽ പോലീസ് കുറ്റക്കാരാണെങ്കിൽ ആ വിഷയത്തിൽ ആ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. പോലീസ് അതേസമയം ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും അനിൽകുമാറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അനിൽകുമാർ തങ്ങൾ വിളിക്കാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങളെ ധരിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അവരങ്ങനെയാണ് പ്രതികരിക്കുന്നതും. അപ്പോൾ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷണം നടക്കണം, ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ സ്വന്തം പാർട്ടിക്കാരനായ ഒരു നേതാവിന് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ പാർട്ടി എന്തു ചെയ്തു എന്നുള്ളതാണ്. പാർട്ടി തലത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്കറിയാം, കരുവന്നൂരിലെ CPM-ന്റെ ഭരണസമിതി ഭരിക്കുന്ന ഒരു ബാങ്കായിരുന്നു. അവിടെ വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാവുകയും തട്ടിപ്പുകൾ പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്യുകയും അത് ഈ ED കേസിലേക്കും ഒക്കെ നീങ്ങി നിക്ഷേപകർക്ക് പണം കിട്ടാതെ ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഇപ്പോഴത്തെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും BJP-യുടെ ഏക ലോക്സഭാ അംഗവുമായ സുരേഷ് ഗോപി നമുക്കറിയാം, അന്ന് കരുവന്നൂരിലേക്ക് കിലോമീറ്ററുകൾ നീണ്ട പദയാത്രയൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ പദം വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ മറ്റൊരു പാർട്ടിയുടെ ഭരണസമിതി ഭരിക്കുന്ന സഹകരണ സംഘത്തിലെ തട്ടിപ്പുകൾക്കുമൊക്കെ പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയ ഒരു പാർട്ടി സ്വന്തം നേതാവിന് ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് ആ രീതിയിലൊരു നടപടി ഉണ്ടായില്ല, ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ BJP-ക്ക് ഇതിൽ കാര്യമായി പങ്കുണ്ട് എന്ന് വെളിപ്പെടുകയാണ്. അതിൽ നിന്നും കൈയൊഴിയാൻ BJP നേതൃത്വത്തിന് കഴിയുകയില്ല. അവരെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും, മാധ്യമങ്ങൾക്ക് മേൽ കുതിര കയറിയാലും അവരുടെ ഭാഗത്തുള്ള കുറ്റം അത് മായുകയില്ല. അതിനവർ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും.